Hey there guys, welcome back to Train Logics. ഇന്നലെ മാർക്കറ്റ് നല്ല രീതിക്ക് ഒരു ബുള്ളിഷ് മൊമെന്റ് തന്നിട്ട് ഒരു കൺസോൾട്ടേഷൻ എന്ന ലെവലിൽ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. മാർക്കറ്റിൻ്റെ ഇന്നത്തെ മൂവ്മെൻറ്റ് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നിഫ്റ്റിയിലോട്ട് പോവാം. നിഫ്റ്റി 50 പോകുമ്പോഴേക്കും മാർക്കറ്റിൽ ലാസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ 20 EMAക്ക് താഴെ ക്ലോസ് ആയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദാറ്റ് മീൻസ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇന്നലത്തെ മൂവ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോഴേക്കും എന്താണ് ഇത്രയും ഹെവി ആയിട്ടുള്ള മൂവ്മെൻറ്റ് എന്ന് നമുക്ക് മാർക്കറ്റിൽ ഡേറ്റകൾ വെച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇത് ഈ OD അനാലിസിസ് സംബന്ധിച്ച ഒരു ഫീച്ചറാണ് OI പൾസിൻ്റെ. അപ്പോൾ ആ ഒരു ഫീച്ചർ പറയുന്നത് എന്ന് വെച്ചാൽ ഇന്നലെ നടന്നത് അത്രയും മൂവ്മെൻറ്റ് ഷോർട്ട് കവറിങ്ങിലായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ലോങ് ബിൽഡപ്പാണ്. ദാറ്റ് മീൻസ് മാർക്കറ്റ് ഈസ് സോ സ്ട്രോങ് എന്നാണ് അക്കോർഡിംഗ് ടു ദിസ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് DIYയും FIIയുടെയും മൂവ്മെൻറ്റ് എന്തായിരുന്നു എന്ന് നോക്കാം. FII ബൈ ചെയ്തിട്ടുണ്ട്, സെല്ലും ചെയ്തിട്ടുണ്ട്. എനിവേ അവിടെ നെറ്റായിട്ട് നമുക്കൊരു 5400 സംതിങ്ങിൻ്റെ ഇത് ക്രോഡ്സിലാണേ. അപ്പോൾ ആ വാല്യൂവിൽ ഇത് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DI സെല്ല് നടന്നിട്ടുണ്ട്, ബൈ നടന്നിട്ടുണ്ട്. ഒരു നെഗറ്റീവ്നെസ്സിലാണ്, 3000 അടുപ്പിച്ച് നെഗറ്റീവ്നെസ്സിലാണ്. ഓവറോൾ 2500 അടുപ്പിച്ച് നമ്മൾ മാർക്കറ്റിൽ ക്രോഡ്സ് പമ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് മാർക്കറ്റ് ഈസ് ഹെവി ബുള്ളിഷ്. അപ്പോൾ മാർക്കറ്റിൻ്റെ സ്ഥിതി നമുക്ക് ഇത് ചാർട്ടിൻ്റെ സഹായത്തോടെ നോക്കാം. ഇത് ഫ്യൂച്ചർ ചാർട്ടാണ്. ഫ്യൂച്ചർ ചാർട്ടിൽ നിഫ്റ്റിയിൽ ലാസ്റ്റത്തെ 15 മിനിറ്റും ലാസ്റ്റത്തെ 5 മിനിറ്റ് 10 മിനിറ്റ് നല്ല രീതിക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് വിത്ത് വോളിയത്തിൽ നടന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് മാർക്കറ്റിൽ ചെറിയൊരു ഡൗൺ സൈഡ് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ടെന്നാണ്. നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കണ്ടീഷൻ അനുസരിച്ച് എന്താ സിറ്റുവേഷൻ എന്ന് നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കണ്ടീഷൻ അനുസരിച്ച് മാർക്കറ്റ് ഇന്ന് ചെറിയൊരു നെഗറ്റീവ്നെസ്, പക്ഷേ ഇന്നലെ ഡൗൺ കാറ്റ്സും ഫിറ്റ്സിയും എല്ലാം ചെറുതായിട്ടൊന്ന് ഫാളായിട്ടുണ്ടായിരുന്നു. ഏകദേശം 1% അടുപ്പിച്ചിട്ട് നിക്കൈ 2.55% ആണ് ക്ലോസ് ആയിട്ടുള്ളത്. ഓവർനൈറ്റ് വാച്ച് ചെയ്തവർക്ക് അറിയാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഡൗവിൻ്റെ കണ്ടീഷൻ നോക്കാം. ഡൗവിൽ കണ്ടോ വലിയൊരു ഫാൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു മദർ ക്യാൻഡിൽ ഫോർമേഷൻ നടന്നിട്ടുണ്ട്. നമുക്ക് ഓപ്പോസിറ്റ് നമുക്ക് ഈ ഒരു ടൈപ്പ് ക്യാൻഡിലിനെ ബിയറിഷ് മൊറോബുസു ക്യാൻഡിൽസ് ആണത്. ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണത്. അപ്പോൾ ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലിൻ്റെ പാറ്റേൺ അനുസരിച്ച് ഹെവി ആയിട്ടുള്ളൊരു ബിയറിഷ്നെസ് തന്നെ ഡൗ ജോൺസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വീണ്ടും 41,250 ആ റേഞ്ചിലോട്ട് പോയതിന് ശേഷം വീണ്ടും താഴോട്ട് പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ വീക്കാണ് ചെറുതായിട്ട് ഗ്ലോബൽ മാർക്കറ്റ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹെവി ആയിട്ട് അവർ അപ്സൈഡിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 23 മുന്നേ അവർ 25 ലെവലിലോട്ട് 23 ഡേറ്റിന് മുന്നേ 25,000 എത്തിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് മാർക്കറ്റിനെ. എന്നിട്ട് അവിടെ നിന്നായിരിക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. ഇനി 200 പോയിൻ്റ് എങ്ങാനും ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുക. അടുത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ ഒരു ലാസ്റ്റ് മിനിറ്റ് സെൽ ഓഫ് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റി. ഇന്നലെ വരച്ച റെസിസ്റ്റൻസിൽ തട്ടി അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ടൈമിൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് തന്നെ പവർഫുള്ളായിരിക്കാൻ ചാൻസ് ഉണ്ട്. വീണ്ടും അവിടെ മാർക്കറ്റിൽ ആ പ്രൈസ് അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും വീണ്ടും റിജക്ഷൻ ഫേസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനപ്പുറത്തോട്ട് വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സെല്ലേഴ്സ് ആണ് ഈ സാധാരണ ഈ 700 ലെവല് ആ ലെവലൊക്കെ വരുമ്പോഴേക്കും 50 to 700 ലെവലൊക്കെ വരുമ്പോഴേക്കും, അതായത് ഏത് 700 ലെവലിലോട്ട് പോകുമ്പോഴും ഹെവി ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും മാർക്കറ്റ്. അത് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാവും. അപ്പോൾ 700 റേഞ്ച് എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എനിവേ മാർക്കറ്റിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.